ഫാദർ ജോർജ് പനക്കേഴം മെമ്മോറിയൽ ട്രെയിനിംഗ് സെന്ററിൽ തയ്യൽ യൂണിറ്റിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടത്തി. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൂത്രപ്പള്ളി ഫാദർ ജോർജ് പനക്കേഴം മെമ്മോറിയൽ ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിച്ച തയ്യൽ യൂണിറ്റിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. കറുകച്ചാൽ പഞ്ചായത്ത് മെമ്പർമാരായ സജി നീലത്ത് മുക്കിൽ, സുധാ തങ്കച്ചൻ എന്നിവർ ചേർന്ന് നാടം മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചാസ് ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് കുളത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോർജ് പനക്കേഴം, ഫാദർ ജിൻസ് ചോരേറ്റ് ചാമക്കാല, ഫാദർ വർഗീസ് നമ്പിമഠം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിസ്റ്റർ ആൽഫി, റീജിയണൽ കോർഡിനേറ്റർ അൽഫോൺസ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംരംഭകത്വവും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും ഇനിയും ഉണ്ടാവണമെന്നും സൗജന്യമായി സ്ഥലവും മറ്റ് സംവിധാനങ്ങളും നൽകിയ പനക്കേഴം കുടുംബത്തോടുള്ള നന്ദിയും വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദൈവദാസനായ അഭിവന്യ കാവുകാട്ടു പിതാവ് രൂപതാധ്യക്ഷനായിട്ട് ചുമതലയേറ്റ കാലയളവിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ ചാസ് എന്ന നാമത്തിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ഒരു സഹോദരി സ്ഥാപനമാണ് കോപ്റ്റാക്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്. അവിടെ നമ്മളുടെ ഇടവക ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന, അൾത്താരയിലും മറ്റും ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ, വൈദികർ കുർബാന അർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വൈദികർക്കുള്ള ലോവ, അങ്ങനെയുള്ള എല്ലാം തയ്ക്കുന്നു, പരിശീലനം നൽകുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ അത് ആരംഭിച്ചത്. കോപ്റ്റായ്ക്ക് തുടങ്ങിയിട്ട് 50 വർഷമാണ്. അതിൻ്റെ 50ാം വാർഷികത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് കൂത്രപ്പള്ളിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് പനക്കേഴുത്തച്ഛൻ, മലങ്കര തിരുവല്ല അതിരൂപതയിലെ ശുശ്രൂഷ ചെയ്തിരുന്ന അച്ഛനാണ്. അച്ഛൻ്റെ സ്ഥലവും വീടും അത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് നൽകുകയും ചങ്ങനാശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് അത് നൽകുകയും സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇന്ന് മലയാള മാസം 1200 കൊല്ലവർഷം ചിങ്ങം 1-ാം തീയതി ആശീർവദിച്ച് ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ടൈലർ സെന്ററിന് തുടക്കം കുറിച്ചിരിക്കുകയുമാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇവിടെ നേരുന്നു. ഇവിടെ മറ്റ് സംരംഭകത്വവും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും ധാരാളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ജോർജ് പനക്കേഴുത്തച്ഛന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാം. സഹോദരപുത്രൻ ഷെബിൻ പനക്കേഴുത്തച്ഛനും കുടുംബാംഗങ്ങളും ഈ ഭവനവും ചുറ്റുമുള്ള സ്ഥലവും അതിരൂപയ്ക്ക് നൽകാൻ കാണിച്ച നല്ല മനസ്സിന് അഭിനന്ദ പിതാക്കന്മാരുടെയും അതിരൂപതയുടെയും പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചാസിന്റെ പ്രവർത്തനം സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകയാണെന്ന് കറുകച്ചാൽ പഞ്ചായത്ത് മെമ്പർ സജി നീലത്തുമുക്കിൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിൻ്റെ ജൈത്രയാത്രയിലോ ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ ഒരു പുതു നൂറ്റാണ്ടിലോ ആദ്യ ദിവസം തന്നെ ഒരു പൊൻതോവിൽ കൂടി ചാർത്തിയിരിക്കുകയാണ്. നിരാലംബരായ വനിതകളെ ശാക്തീകരിക്കുന്നതിന് മുന്നോടിയായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രചോദനവും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമത്തിൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ന് കൂത്രപ്പള്ളി മിസ്സമ്പടിയിൽ നിര്യാതനായ പനക്കേഴുത്തച്ഛൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയ കെട്ടിടത്തിലോ സ്വയം തൊഴിൽ സംരംഭമായ തയ്യൽ പരിശീലന കേന്ദ്രവും അതുപോലെ സ്വയം സംരംഭത്വ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പ്രദേശവാസികൾ അതിനെ കാണുകയും ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഒരു ചാസിൻ്റെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രസ്ഥാനവുമായി നേരിട്ട് ബന്ധമുള്ള എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായ രീതിയിൽ, ഏറ്റവും സുഗമമായ രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ തുടരുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുകയാണ്. ജാസിൻ്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്.
സ്ത്രീകൾക്ക് സ്വന്തമായി സംരംഭം തുടങ്ങുന്നതിന് ചാസിന്റെ ട്രെയിനിംഗ് സെന്റർ ഉപകരിക്കട്ടെ എന്ന് പഞ്ചായത്ത് മെമ്പർ സുധാ തങ്കച്ചൻ ആശംസിച്ചു. ഇവിടെ ചാസിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ മിസ്സമ്പടി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. സാധാരണക്കാർ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി രൂപം കൊടുക്കാൻ സാധിച്ചു തന്നെ വളരെ നന്മയാണെന്ന് ഓർക്കുന്നു. അതുപോലെ ചാസിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് പഠിക്കുവാൻ, പിള്ളേർക്ക് തയ്യൽ യൂണിറ്റായിട്ടും അതുപോലെ പല സംരംഭങ്ങൾ തുടങ്ങുന്നതും വനിതകൾക്ക് നല്ലൊരു പ്രവർത്തനമായി കരുതുന്നു. സ്ത്രീ ശാക്തീകരണം മൂലമാകുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഈ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുവാൻ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.